ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ നമ്മുടെ ഭൂമിജയുടെയും നമ്മുടെ അജയുടെയും വിവാഹ കാര്യങ്ങളൊക്കെ എന്താകും, അതോ അഞ്ജനയായിട്ടുള്ള വിവാഹം നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൂജയുടെ സ്ഥലത്തു നിന്ന് നമ്മുടെ ഭൂമിജ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വരുന്നതിന് മുന്നേ കുറച്ച് അഞ്ജനയായിട്ട് ചെറിയൊരു വശവിഷയമൊക്കെ ഉണ്ടായി. കാര്യം വേറൊന്നുമല്ല, തൻ്റെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭൂമി അത് സഹിക്കില്ല. അതും വെറും ചെറ്റ എന്നുള്ള രീതിയിലൊക്കെ അച്ഛനെ തരം താഴ്ത്തുന്ന രീതിയിൽ അഞ്ജന സംസാരിച്ചിട്ടാണ് ഭൂമി ആ രീതിയിൽ പറഞ്ഞത്. അച്യുതനെ ആരെങ്കിലും എന്തെങ്കിലും ആ ഒരു രീതിയിൽ പറഞ്ഞ് അതൊരിക്കലും ഭൂമി സഹിക്കാൻ പറ്റില്ല. ഭൂമി ആ ഒരു റിയാക്ഷനിൽ അടിച്ചു പോയതാണ് അഞ്ജനേനെ. അങ്ങനെ അഞ്ജനയ്ക്ക് അതൊരു വലിയ അടിയായി പോവാൻ കേട്ടോ. മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം തെരുവിൽ കിടക്കുന്നവൾ എന്നെ അടിച്ചു എന്നുള്ള ഒരു രീതിയാണ്. അപ്പം നമ്മുടെ അച്യുതൻ സൈക്കിളിൽ വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മുടെ അംബിക ചായയൊക്കെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമി തിരിച്ചെത്തുകയാണ്. അപ്പം നമ്മുടെ അംബിക പറഞ്ഞു, ഓ മോളെ, നിന്നെ കാണാഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നേരം നിൻ്റെ അച്ഛൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആഹാ, ഞാനിവിടെ എത്തിയല്ലോ, പിന്നെ നിൻ്റെ അച്ഛൻ ടെൻഷൻ അടിക്കണേ. അങ്ങനെ അംബിക ചായ കൊടുത്തിട്ട് അങ്ങ് അകത്തോട്ട് പോകും. അപ്പോഴേക്കും നമ്മുടെ ഭൂമി ചോദിക്കും, അച്ഛാ അവിടെ വന്നിട്ട് സൗഭാഗ്യപുരത്ത് വന്നിട്ട് കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്തു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പറയും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മോളെ ഇപ്പോൾ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വലിയ തലവേദന വരുന്നുണ്ട്, അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭൂമി പെട്ടെന്ന് ആ ഒരു ഭൂമിക്ക് മനസ്സിലായി അച്ഛൻ്റെ അസുഖമായിട്ട് ബേസ് ചെയ്താണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഭൂമി പതുക്കെ ആ ഒരു മൈൻഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പതുക്കെ നമ്മുടെ അച്യുതൻ്റെ അടുത്ത് ചോദിക്കും, നമ്മൾ ഇന്ന് പോയ സ്ഥലം നല്ല സ്ഥലമല്ലേ വെച്ചാൽ, പക്ഷെ അവിടെ പോയിട്ടുണ്ടല്ലോ എനിക്കെന്തോ ഒരു പഴയ ഒരു കണ്ട ഒരു പ്രതീതി, ആ വീടും ഒരു വല്ലാത്തൊരു തലയ്ക്കൊക്കെ എന്തോ പോലെ, എന്നെ അവിടെ പണ്ടെങ്ങനെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അച്യുതൻ പറയും, ഇല്ല മോളെ, ഞാൻ കൊണ്ടുപോയിട്ടേ ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് അവിടെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ, സൗഭാഗ്യപുരത്തിൽ ചെല്ലുമ്പോൾ മനസ്സിനൊരു എന്തോ പോലെ നമുക്കൊരു എന്തോ ഒരു നമുക്കൊരു ആജന്മ ഇതൊക്കെ ഉണ്ട്, ബന്ധമുണ്ടെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു റിലേഷൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് രസമാണ് അവിടുത്തെ മുത്തശ്ശിയും പിന്നെ വല്യമ്മ വല്യച്ഛൻ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ ബന്ധുക്കളൊക്കെ ഉള്ളത് ഒരു രസം അല്ലേ വെച്ചാ എന്നിങ്ങനെ പറയും കേട്ടോ. അത് നല്ലതാണ്, നമുക്കൊരു മുത്തശ്ശിയെ കൂടെ വാങ്ങിയാലോ വെച്ചാൽ, അതിനിപ്പോൾ ഞാൻ എവിടെ പോകാനാ അച്യുതൻ ചോദിക്കും. അതെ, ഈ ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, നിങ്ങൾക്ക് മുത്തശ്ശിയെ നോക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്കൊരു മുത്തശ്ശി അങ്ങ് മേടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഭൂമി അച്യുതൻ്റെ അടുത്തൊരു തമാശ രീതിയിലൊക്കെ മൈൻഡ് മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭവാനി നമ്മുടെ അഞ്ജനയും കൂടെ സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അഞ്ജനയ്ക്ക് കിട്ടിയ ഒരു അടി വല്ലാത്തൊരു അടി തന്നെയായിരുന്നു കേട്ടോ. അപ്പം അഞ്ജന അത് ഓർത്തോർത്ത് അഞ്ജന റൂമിൽ ഇരുന്ന് എന്തോ മദ്യമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അഞ്ജനയ്ക്ക് ഓൾറെഡി ആ ശീലങ്ങളൊക്കെ പോയി പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് ആ ശീലങ്ങളൊക്കെ ശീലിച്ചുകൊണ്ടാണ് അഞ്ജന വന്നേക്കുന്നത്. അപ്പം ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭൂമി ഇങ്ങനെ അഞ്ജനയെ തല്ലുന്ന ഓരോ രംഗവും അഞ്ജനയുടെ മനസ്സിൽ ഇങ്ങനെ കയറി വരാം കേട്ടോ. നല്ല അടി ഒരെണ്ണം ഭൂമി കൊടുക്കുന്നുണ്ടല്ലോ, അതായത് എവിടെയോ കിടക്കുന്ന വെറും തേർഡ് റേറ്റ് എന്നെ തല്ലി, ഞാൻ ആരാന്നറിയാമോ, ഞാൻ ഇത്രയും റിച്ച് ആയിട്ടുള്ളവർ എന്നെ എവിടെയോ കിടക്കുന്നവൾ തല്ലാറായോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം മനസാക്ഷിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ അഞ്ജന. ഞാൻ അവളെ ഒരിക്കലും വെറുതെ വിടില്ല, ഞാൻ അവളെ വിടില്ല, ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, അഞ്ജനയുടെ ഒരു ടെൻഷൻ എന്തെന്ന് വെച്ചാൽ അജയുമായിട്ട് ഭൂമിക്ക് ഒരു അഫെയർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ അജയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, എൽദോ അല്ലേ, അങ്ങനെ എങ്ങോട്ടാണോ നമ്മുടെ വക്കീൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അഞ്ജന ഇങ്ങനെ ഡ്രിങ്ക്സ് കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഭവാനി വരെയാണ്. ഭവാനി കണ്ടിട്ട് അന്തളിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ മോള് പോയി പഠിക്കാൻ പോയിട്ട് ഇപ്പം മദ്യപാനവും കൂടെ തുടങ്ങിയോ എന്നുള്ള രീതിയിൽ. എടി അഞ്ജന, നീ ഇതെന്താടി ഇത്? അമ്മ, എൻ്റെ മൈൻഡ് ഒട്ടും ശരിയല്ല. നിൻ്റെ മൈൻഡ് ശരിയല്ലോ, ഇത്രയും നല്ലൊരു അവസരം നിൻ്റെ കല്യാണം വരെ അജയുമായിട്ട് ഫിക്സ് ചെയ്തു, എന്നിട്ട് ഇനി നിനക്ക് എന്താ നിനക്ക് എന്തിൻ്റെ കേടാ, നീ ഇതെന്താ കാണിക്കണേ എന്തൊക്കെ പറഞ്ഞ് ഭവാനി ഇങ്ങനെ ഷൗട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ അഞ്ജനെ. നീ എന്ന് മുതലാണ് ഇത് തുടങ്ങിയത്? അമ്മ, എനിക്ക് മനസ്സിന് വിഷമം കേട്ടിട്ടുണ്ടടി, വിഷമം കയറുമ്പോഴും വിഷമം കുറയുമ്പോഴും ഇപ്പം എന്തിന്, മരിച്ച ആളിൻ്റെ ചടങ്ങിന് പോലും ഇപ്പം മദ്യം വിളമ്പൽ
ആവലാണ്, അതാ കാലം. നീ ഇതൊക്കെ നിർത്തിക്കോട്ടോ. ഇതെങ്ങാനും അമ്മയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ, സൗഭാഗ്യമ്മയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ മുത്തശ്ശി പിന്നെ നിൻ്റെ ഈ ഏരിയയിൽ നിന്നെ അടുപ്പിക്കില്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി കാണിച്ചു തരുള്ളൂ എന്ന് പറയട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അഞ്ജന കരയാണ്. അഞ്ജന പറയും, എൻ്റെ അജയുമായിട്ട് അവൾക്ക് എന്തോ ഡീപ്പ് റിലേഷൻ ഉണ്ട് അമ്മേ, അമ്മയ്ക്ക് അറിയോ? ഒരു റിലേഷനില്ല, നിൻ്റെ തോന്നൽ അതെന്നൊക്കെ ഭവാനി തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഇല്ല, അവളെന്നെ തല്ലി, ആ ഭൂമിജ എന്ന് പറയുന്നവൾ, എടി അവൾ എവിടെയോ കിടക്കുന്നവൾ തല്ലിയെന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യണോ അഞ്ജന എന്നും പറഞ്ഞ് ഭവാനി അത്രയും ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ്. പക്ഷേ അഞ്ജനയുടെ മൈൻഡിൽ നിന്ന് ആ അടി ഒരിക്കലും പോവില്ല. അഞ്ജന അത് ഓർത്തോർത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കയ്യിൽ ആ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് എയറാണ്, വലിയ സൗണ്ടിലാണ്. നമ്മുടെ ഭവാനി പോലും ഒന്ന് നടുങ്ങിപ്പോവുകയാണ്. എന്നിട്ട് നേരെ കട്ടിലിൽ ചെന്ന് ഒരൊറ്റ കിടക്കില്ല. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി കയറി വരണം. അതിൻ്റെ ഒപ്പം തന്നെ സംഗീതയും അതുപോലെ മാധവനും ഒക്കെ വരണം. അവർ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിശയിച്ച് പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കും, ഓഹോ, ഭവാനിയുടെ മോക്ക് ഈ ശീലങ്ങളൊക്കെ എന്ന് മുതലാണ് തുടങ്ങിയത്? അതമ്മേ എനിക്കറിയില്ലായിരുന്നു അമ്മേ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കൊള്ളാം, പഠിക്കാൻ വിട്ടതിൻ്റെ വളർത്തു ദോഷത്തിൻ്റെയും ഗുണം. നീ വളർത്തിയ മകളാ നിൻ്റെ ഈ കിടക്കണ കിടപ്പ്. കണ്ടോ നീ നിൻ്റെ മോള് വളർത്തിയത്? ഇതാണോ ഭവാനി നീ നിൻ്റെ മകളെ വളർത്തിയത് എന്ന രീതിയിൽ മുത്തശ്ശി ഒരു ദേഷ്യഭാവത്തോടെ ചോദിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. എൻ്റെ ചെറുമോൻ അജയ് നാളൊരു കാലം എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കരുത്, മുത്തശ്ശി എനിക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണോ എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടു തന്നത് എന്ന് എൻ്റെ കൊച്ചുമോൻ ചോദിച്ചാൽ എനിക്ക് അവനോട് മറുപടി പറയണം. അതുകൊണ്ട് ഈ കല്യാണക്കാര്യം എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് ആ റൂമിൽ നിന്ന് അങ്ങോട്ട് പോവേണ്ട കേട്ടോ. അപ്പോഴേക്കും മാധവൻ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കണം. അപ്പം മുത്തശ്ശി ചോദിക്കും, അല്ല മാധവൻ ഇനി ആ ഇരിക്കുന്നതിന് എന്തെങ്കിലും കുടിക്കാൻ വേണോ? എന്നാൽ കുടിച്ചിട്ട് അവിടെ ഗേറ്റ് അറിയാമല്ലോ, അതുവഴി അങ്ങ് പൊക്കോളാൻ പറയും. അയ്യോ ഇല്ലമ്മ, ഞാനിവിടെ വെറുതെ നിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാധവൻ പെട്ടെന്ന് പോകും. അപ്പോൾ സംഗീത നിങ്ങൾ എന്തിനും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കണം, അമ്മയ്ക്ക് ദേഷ്യം വരുമെന്ന് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംഗീത മാധവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. ഭവാനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയി. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ആ രീതിയിൽ ഹരാസ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്ന നമ്മുടെ ഭവാനിയുടെ എല്ലാ പ്ലാനിങ്ങും പൊളിച്ചടുക്കി അഞ്ജന മലർന്നടിച്ച് അവിടെ കിടപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ആകെ ഒരു ഡിപ്രഷനാണ്. ഇതേ സമയം നമ്മുടെ ഭൂമിയും അച്യുതനും അംബികയും കൂടെ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, മോളെ നമുക്ക് നാളത്തെ കഴിഞ്ഞു ഇവിടെ നിന്ന് പോയി നമ്മുടെ പഴയ സ്ഥലത്തോട്ട് പോയാലോ? അപ്പോൾ ഭൂമി അതുപോലെ തന്നെ നമ്മുടെ അംബികയും പറയുന്നുണ്ട്, അല്ല പലപ്പോഴായിട്ട് അച്യുതൻ പറയുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് പോകണമെന്ന്, എന്ത് പറ്റി, മടുത്തോ ഇവിടെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഭൂമി പറയും, അച്ഛൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം കൂടെ തരണം, കാരണം നമ്മുടെ ടീ ഷോപ്പൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഇതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ഛാ, അപ്പം നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ അച്ഛാന്ന് ചോദിക്കും. അത് മതി മോളെ, അത് മതി, കുഴപ്പമില്ലയെന്ന് നമ്മുടെ അച്യുതൻ പറയും കേട്ടോ. അങ്ങനെ അച്യുതൻ കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റിപ്പോൾ അങ്ങനെ അവർ മൂന്നുപേരും കഞ്ഞിയൊന്നും കുടിക്കുന്നില്ല. അവർക്ക് മനസ്സിനൊരു വല്ലാത്ത ഒരു ഇതായി. അപ്പോൾ ഭൂമി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇനി ഇതിനെക്കുറിച്ച് കിണ്ടിയൊന്നും ചോദിച്ച് അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഇല്ല മോളെ, ഞാൻ ചോദിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സീൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അഞ്ജന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഭവാനി ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, ഇന്നലെ നീ എന്ത് പെർഫോമൻസാണ് ഇവിടെ കിടന്ന് കാണിച്ചത്, എന്താ അമ്മയെന്ന് ചോദിച്ച് തിരുന്നുമ്പോൾ തന്നെ ഒരൊറ്റ കീറങ്ങ് കവിളി കൊടുക്കാൻ കേട്ടോ. നമ്മുടെ ഭൂമി തല്ലി അതേ സ്ഥാനത്ത് തന്നെ, എന്തായാലും ഒരു കീറിൻ്റെ കുറവൊന്നും അല്ല, ഇനിയും രണ്ടും തന്നെ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാലേ ഒന്ന് നന്നാവുള്ളൂ അഞ്ജന. അപ്പോൾ നീ ഇന്നലെ എന്തൊക്കെയാണ് കാണിച്ചത്, എല്ലാം തകിടം മറച്ചില്ലേടി, നീ എത്ര നാൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമെന്നറിയാവോ അമ്മ ഒരു തീരുമാനം എടുത്തത്, നീ അത് ഒറ്റയടിക്ക് എറിഞ്ഞ് പൊട്ടിച്ചല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് ഭവാനി നമ്മുടെ അഞ്ജനയെ കുറേ കുറ്റപ്പെടുത്താനുണ്ടോ. അപ്പോൾ അഞ്ജന, ഞാൻ എന്തേ അമ്മ ചെയ്തത്? അപ്പോൾ പറയും, നീ ഇന്നലെ എന്താ ചെയ്തതെന്നോ, നീ ഇന്നലെ ചെയ്തത് മൊത്തം കണ്ടേക്കണത് സംഗീതയും അതുപോലെ മാധവനും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയാണ് കണ്ടേക്കണത്. ഇനി ഞാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ? എനിക്കറിയില്ല എന്ത് ചെയ്യൂല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിൻ്റെ അജയുടെയും കല്യാണ കാര്യത്തിന് ഇനി ചില മാറ്റങ്ങളുണ്ടോ? അപ്പോൾ ചോദിക്കും, മാറ്റോ എന്തിനാ? നിൻ്റെ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പ്രവൃത്തി കൊണ്ട് അവർക്ക് തൃപ്തിയായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഭവാനിയുടെ വളർത്തു ദോഷമാണെന്നും പറഞ്ഞ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയത്, ഞാൻ എന്നാടി നിന്നെ ഈ
മാതിരി വളർത്തു ദോഷം വരുന്ന രീതിയിൽ നിന്നെ വളർത്തിയെടുത്തത്? നീ പോയി പഠിച്ച് ഓരോ ശീലങ്ങളും പഠിച്ചു കൊണ്ടുവന്ന് ഇത് സ്ഥിരം ശീലങ്ങളാണോടി നിൻ്റെ എന്നൊക്കെ ഇങ്ങനെ ഭവാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരായാൽ പരമ്പരയുടെ പുതിയ വിശേഷങ്ങൾ എത്തുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് സമയത്തിലൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുക. താങ്ക്